ഗായ്സ് രാവിലെ തന്നെ ഫ്രാങ്കിൾ ചേട്ടൻ വിളിച്ചിട്ട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ കാർ എടുത്തിട്ട് ഫ്രാങ്കിളിലോട്ട് പോവാൻ പോവുകയാണ്. അപ്പൊ ഗായ്സ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. പൈലറ്റിനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഫ്ലൈറ്റ് ഏർപ്പാടാക്കാൻ. അപ്പൊ ഗായ്സ് നമ്മളെ വണ്ടി സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവാം. അപ്പൊ ഗായ്സ് ഇതാണ് എനിക്ക് പോവാനുള്ള ഫ്ലൈറ്റ്. കുറച്ചും കൂടി സ്പീഡിൽ ഓടിച്ച് അതിന്റെ അടുത്ത് എത്തപ്പോ അങ്ങനെ അപ്പൊ അതിന്റെ അടുത്ത് എത്തി. പൈലറ്റ് ചേട്ടാ, പൈലറ്റ് ചേട്ടാ, പൈലറ്റ് ചേട്ടാ. ആ ഫ്രാങ്ക്ലിനെ എനിക്ക് ഇന്റെ കൂടെ വരാൻ കഴിയില്ല ഫ്രാങ്ക്ലിനെ. നീ ഒറ്റക്ക് ഫ്ലൈറ്റ് ഓട്ടി പോയിക്കോ. ചേട്ടാ എനിക്ക് ഫ്ലൈറ്റ് ഓട്ടാൻ അറിയില്ല. എന്നിട്ട് ഓട്ടിക്കൂടി ഫ്രാങ്ക്ലിനെ. ഏതായാലും ഇപ്പൊ ഞാൻ ശ്രമിച്ചു നോക്കാം. ഫ്ലൈറ്റിന്റെ ഡോർ തുറന്നോക്കാം. അല്ല ഫ്ലൈറ്റ് അപ്രത്യക്ഷമായി പോയി. ഫ്ലൈറ്റോടെ ഫ്ലൈറ്റ് പോയി. ഇതെന്താ എയർ ബലൂണ്? ഫ്ലൈറ്റ് പോയതിനു ശേഷം ഒരു എയർ ബലൂൺ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പൊ ഏതായാലും ഇതിൽ തന്നെ കേറി പോവാ. അപ്പൊ കേറിയിട്ടുണ്ട്, നമുക്ക് പോവാ. ഫ്രാങ്കിൾ അങ്ങനെ ഒന്നും പേടിക്കൂല. ഫ്രാങ്കിൾ എന്തും മൂട്ടും. അപ്പൊ ഹെലികോപ്റ്റർ ആയാലും ഫ്ലൈറ്റ് ആയാലും എന്തും ഫ്രാങ്കിളിനോട്ടും. മച്ചാൻ പറയുകയാണ് മാഗ്നൈറ്റുമിൽ അറ്റാച്ച് ചെയ്ത് ഇരുമ്പിന്റെ പീസുമിൽ ഫെറോഫ്ലോയിഡ് ഒഴിക്കുകയാണ്. അതിനു മുമ്പ് ജിയോ മച്ചാനെ ഇഷ്ടമാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ മാതാപിതാക്കളെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങൾ ഫോണിൽ എത്ര ശതമാനം എന്ന് കമന്റ് ചെയ്താളി. അങ്ങനെ ഫൈനലി ഫെറോഫ്ലോയിഡ് ഒഴിച്ചത് ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇത് കാണാൻ പ്രത്യേക ഭംഗിയാണല്ലേ. മച്ചാൻ പറയുന്നത് ഞാനൊരു കിടിലം റോബോട്ടാണ് ഉണ്ടാക്കിയത്. റോബോട്ട് നടക്കണ കാണാൻ ഒരു മനുഷ്യൻ നടക്കണ മാതിരി ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഒരു ഫ്രെയിമിൽ എഞ്ചിൻ വെച്ചിട്ട് നെറ്റ് വോൾട്ട് ഇട്ട് മുറിക്കിട്ടുണ്ട്. ഒരു ചങ്ങിലും മോട്ടറിലും ഒക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ബാറ്ററിയും പിന്നെ റിമോട്ടിനുള്ള കൺട്രോളും കൊടുത്തിട്ടുണ്ട്. ഞാൻ കണക്ഷൻ കൊടുത്തപ്പോ അത് ഓൺ ആയിട്ടുണ്ട്. ഇതിനുള്ള ഒരു ബോഡി സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മച്ചാൻ ഒരു ഷീറ്റ് മുറിക്കുകയാണ്. മച്ചാനെ കാലിനുള്ള പീസ് റെഡി ആക്കിയിട്ട് അതുമ്പോൾ പെയിന്റ് അടിക്കുകയാണ്. മച്ചാൻ അതുമ്പോൾ ഇരിക്കാനുള്ള ഒരു ഫ്രെയിം റെഡി ആക്കിയിട്ടുണ്ട്. നേരത്തെ റെഡി ആക്കിയ ഫ്രെയിമിലോട്ട് ഈ കാല് വെക്കുകയാണ്. നെറ്റ് വോൾട്ട് ഇട്ട് അത് മുറുക്കുക. ഇതിനു മുമ്പ് ജിയോ മച്ചാനെ ഇഷ്ടമാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾ മാതാപിതാക്കളെ ഇഷ്ടമാണെന്ന് ഷെയറും ലൈക്കും ചെയ്യാം. പിന്നെ നിങ്ങൾ ഫോണിൽ എത്ര ശതമാനം എന്ന് കമന്റ് ചെയ്താളി. ഇതാണ് ഫൈനലി റോബോട്ട്. കണ്ടിട്ട് മനുഷ്യൻ വലിച്ചു കൊണ്ടുവന്നത് മാതിരിയാ തോന്നുന്നത്. ഈ മച്ചാൻ പറയണത് എങ്ങനെയാണ് സ്റ്റെർലിൻ എഞ്ചിന് പ്രവർത്തിക്കുന്നത് നോക്കാം. അതിനായി മച്ചാൻ ചൂടുവെള്ളം ഉണ്ടാക്കുകയാണ്. അതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ്. അങ്ങനെ മച്ചാൻ ആ സ്റ്റെർലിൻ എഞ്ചിൻ അതിന്റെ മുകളിലോട്ട് വെക്കുകയാണ്. ഇതിനു മുമ്പ് ജിയോ മച്ചാൻ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങളെ മാതാപിതാക്കളെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാം. പിന്നെ നിങ്ങൾ ഫോണിൽ എത്ര ശതമാനം കമന്റ് ചെയ്താളി. ഇങ്ങനെ മച്ചാൻ ആ സ്റ്റെർലിൻ എഞ്ചിൻ അതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മച്ചാൻ അത് വല്ല കറക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ അത് കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് ഫാസ്റ്റ് ആയി കറങ്ങുകയാണ്. ഈ മച്ചാൻ പറയുന്നത് റോസാപ്പൂ മേൽ സിഗരറ്റ് വെച്ച് കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ്. റോസാപ്പൂ ഒരു ഗ്ലാസിനുള്ളിലേക്ക് സിഗരറ്റ് കത്തിച്ചിട്ടുണ്ട്. കത്തിച്ചപ്പോ അതിനുള്ള ഫുള്ള് പുകയാണ്. അങ്ങനെ സിഗരറ്റ് ഫുള്ള് കത്തി കഴിഞ്ഞിട്ട് അത് തുറന്നു നോക്കാൻ പോവുകയാണ് മച്ചാന്. അതിന് നമുക്ക് ജിയോ മച്ചാനെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾ മാതാപിതാക്കളെ ഇഷ്ടമാണെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യാം. നിങ്ങൾ ഫോൺ എത്ര ശതമാനം കമന്റ് ചെയ്താളി. ഗ്ലാസ് പൊതിച്ചപ്പോ പൂവുമായിട്ട് വാടിയിട്ടുണ്ട്. ശരീരത്തിൽ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്.